ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഓലൻ. അതിനെടുത്തിരിക്കുന്ന പച്ചപ്പയർ, പച്ചക്കായ, പച്ചമുളക്, കുമ്പളങ്ങ, കറിവേപ്പില. കുമ്പളങ്ങ അരിഞ്ഞത്, പച്ചമുളക്, തേങ്ങാപ്പാൽ, ഒന്നാം പാൽ, രണ്ടാം പാൽ, പച്ചപ്പയർ അരിഞ്ഞത്, വാഴയ്ക്ക, കറിവേപ്പില. അരിഞ്ഞു വെച്ചതെല്ലാം കൂടി വേവിച്ചെടുക്കാനായിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ടുണ്ട്. അതിനകത്തേക്ക് രണ്ടാം പാലൊഴിച്ച് കുറച്ച് ഉപ്പും ഇട്ട് നമുക്കിത് വേവിച്ചെടുക്കാം. ഇടയ്ക്ക് നമുക്ക് ഇളക്കിയിട്ട് കൊടുക്കണം. നന്നായിട്ട് ഈ രണ്ടാം പാലിൽ വെന്ത് നന്നായിട്ട് അത് വറ്റി കിട്ടണം, എന്നാലേ ഒന്നാം പാൽ ഒഴിക്കാൻ പറ്റുള്ളൂ. രണ്ടാം പാലിൽ വെന്ത് എല്ലാം നന്നായിട്ട് വെന്ത് വറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കാം. ഒന്നാം പാൽ ഒഴിച്ചാൽ അധികം തീ കൂട്ടി വയ്ക്കരുത്. നല്ല ചെറുതായിട്ടൊന്ന് ഇളക്കി, ചെറിയ ചൂട് പിടിക്കാവുള്ളൂ. അതായത് അതിൻ്റെ ചെറുതായിട്ടൊന്ന് ചൂട് കയറി വരണം. കായൊന്നും ഉടഞ്ഞു പോകാതെ നല്ല നമ്മളിത് ഇളക്കി കൊടുക്കണം. ഒന്നാം പാൽ ഒഴിച്ചതല്ലേ, ഒരു വക നന്നായി ചൂടായി കൊഴുത്ത് വരണം. ഇതിലേക്ക് നമ്മൾ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് ശകലം മതി, കുറച്ച് ഇട്ട് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ചൂടാക്കാത്ത പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് തീ ഓഫ് ചെയ്ത് അടച്ചു വയ്ക്കാം. അങ്ങനെ നമ്മുടെ ഓലൻ റെഡിയായി. നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. നമ്മുടെ ഓലൻ റെഡിയായി.